എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ ഒരു കസേര കളിയാണ്. അപ്പോൾ മെയ് 4 തീയതിയാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. അപ്പോൾ മെയ് 4 തീയതി ആവാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം, വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ആര് വിജയിക്കുമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്താണ് ആര് ജയിക്കുമെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കോൺഗ്രസിൻ്റെ കസേര കളി ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പം ഭാഗ്യത്തിന് 3 പേര് മാത്രമേ ഉള്ളൂ ഈ കസേര കളിയിൽ ഇപ്പോൾ നിലവിൽ. 1 കെ.സി. വേണുഗോപാൽ, 2 വി.ഡി. സതീശൻ, 3 രമേശ് ചെന്നിത്തല. ഇവർ 3 പേരിൽ ഏറ്റവും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം 26ാമത്തെ വയസ്സിൽ, ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം MLA ആയി. 28ാം വയസ്സിൽ മന്ത്രിയായി. ഏകദേശം 5 or 6 തവണ ലോകസഭാ മെമ്പറായി. കൂടാതെ രാജീവ് ഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ അങ്ങനെ എന്തൊക്കെ വലിയ പദവിയിലൊക്കെ ഇരുന്ന ആളാണ് രമേശ് ചെന്നിത്തല. കൂടാതെ 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായി. 2016, 2021 കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായി. കൂടാതെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഈ 3 പേരിൽ ഏറ്റവും മുതിർന്ന നേതാവായിട്ട് കണക്കാക്കുന്നത് 70 വയസ്സായ രമേശ് ചെന്നിത്തലയാണ്. പിന്നെയുള്ളത് വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ 2001 ആദ്യമായിട്ട് MLA ആയത് പറവൂരിൽ നിന്നും. 96 പറവൂരിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. 2001 വിജയിച്ചു. അതിനുശേഷം തുടർച്ചയായിട്ട് വിജയിച്ചു വരുന്ന ഒരാളാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇദ്ദേഹം 2021 തുടർ പരാജയം കോൺഗ്രസിന് ഉണ്ടായതിനെ തുടർന്ന് രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടാണ് വി.ഡി. സതീശൻ ആ ഒരു ചുമതല വഹിക്കാനായിട്ട് എത്തിയത്. അപ്പോൾ അതിനുശേഷം വി.ഡി. സതീശനും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ടേക്ക് ഉണ്ടായി. കൂടാതെ കോൺഗ്രസിനെ ഇത്ര ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് വി.ഡി. സതീശനാണ്. കൂടാതെ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കിടയിൽ, നോട്ട് ദ പോയിന്റ്, കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർക്കിടയിൽ ഒരു ഹീറോയാണ് വി.ഡി. സതീശൻ. അപ്പൊ അവർക്ക് വി.ഡിയാണ് മുഖ്യമന്ത്രിയായി വരാനുള്ള ആഗ്രഹം. അത് സോഷ്യൽ മീഡിയയ്ക്ക് എടുത്തു നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു പൊതു കാര്യമാണ്. വി.ഡി. സതീശന് വേണ്ടി കൊതിക്കുന്ന ജനങ്ങളാണ് മൊത്തത്തിലുള്ളത്. പിന്നെ 3ാമത്തെ പ്ലെയറാണ് ഇതിന്റെ കീ പ്ലെയർ, നമ്മുടെ AICC സംഘടനാ ജനറൽ സെക്രട്ടറി, ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലാണ് ഇവരുടെ ഒരു കിൻ പിന്നായിട്ട് വരാൻ പോകുന്നത്. കെ.സി. വേണുഗോപാൽ പ്രത്യേകതയുള്ളത് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരെല്ലാം ഈ കെ.സി. വേണുഗോപാലിനോട് ചോദിച്ചിട്ടേ എന്ത് കാര്യവും കോൺഗ്രസിൽ നടപ്പിലാക്കുന്നുള്ളൂ എന്നൊക്കെയാണ് കിംവദന്തി പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ അതായത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കെ.സി. വേണുഗോപാലാണ്. അപ്പൊ ആ കെ.സി. വേണുഗോപാലിന്റെ നിലവിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാവാൻ അദ്ദേഹത്തിനൊരു മോഹം. അതായത് ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തലയോ വി.ഡി. സതീശനോ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്കോപ്പില്ല മുഖ്യമന്ത്രിയാവാൻ. കൂടാതെ കേന്ദ്രത്തിലെ വെറും പ്രതിപക്ഷ MPയും ഒരു AICC ജനറൽ സെക്രട്ടറി ആണോ, കേരളത്തിലൊരു മുഖ്യമന്ത്രിയാണോ വലുത് എന്ന് നോക്കുമ്പോൾ കെ.സി. വേണുഗോപാലിന് അത് മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് വരുന്നത്. കെ.സി. വേണുഗോപാൽ അത്രത്തോളം മോശപ്പെട്ട വ്യക്തിയൊന്നുമല്ല. അദ്ദേഹം 96 മുതൽ MLA ആണ്. കേരളത്തിന് സംസ്ഥാനത്ത് മന്ത്രിയായിരുന്നു. കൂടാതെ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. അങ്ങനെ ഒരുപാട് തലങ്ങളിൽ പ്രവർത്തിച്ച ഒരാളാണ് കെ.സി. വേണുഗോപാൽ. പിന്നെ കെ.സി. വേണുഗോപാൽ മറ്റൊരു പ്രത്യേകതയുണ്ട്, തമാശ രൂപേണ പറയുന്നതാണ്. ഇപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും അവരുടെ ഓഫീസുകളിലും BJPയുടെ കേന്ദ്ര ഓഫീസിലൊക്കെ കെ.സി. വേണുഗോപാലിന്റെ ഫോട്ടോയാണ് വച്ചേക്കണം എന്നാണ് പറയുന്നത്. കാരണം കെ.സി. വേണുഗോപാൽ കേന്ദ്രത്തിൽ ചുമതല എടുത്തോടുകൂടിയാണ് BJPക്ക് വച്ചടി കയറ്റം ഉണ്ടായത്. എല്ലാ സംസ്ഥാനങ്ങളിലും വിജയം. അങ്ങനെ ഒരു തമാശ രൂപേണ പറയുന്നതാണ്. അപ്പോൾ കെ.സി. വേണുഗോപാൽ സംസ്ഥാന മുഖ്യമന്ത്രി ആകണമെന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം വി.ഡി. സതീശനും ചെന്നിത്തലയ്ക്കും അല്ല, ആ വിഷമമുള്ളത് നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും ആണെന്നാണ് പറയുന്നത്. അയ്യോ കെ.സി. പോകല്ലേ എന്നാണ് പറയുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഒരു തമാശയാണ്. അപ്പോൾ ഇതിലൊരു കിൻ പിൻ പ്ലെയറായിട്ട് വരുന്നത് കെ.സി. വേണുഗോപാലാണ്. അപ്പം എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും എത്രയൊക്കെ കരഞ്ഞ് നിലവിളിച്ച്, എത്രയൊക്കെ ബ്രോഡ്കാസ്റ്റും പുസ്തകങ്ങളൊക്കെ എഴുതി, എത്രയൊക്കെ PR വർക്ക് ചെയ്താലും കെ.സി. വേണുഗോപാൽ അവസാനം ഇവിടെ പറന്നിറങ്ങുമെന്ന് തന്നെ ഉറപ്പ്. അങ്ങനെ ഇറങ്ങാതിരിക്കണമെങ്കിൽ ഒരേ ഒരു സാഹചര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഈ UDFന് കുറഞ്ഞ ഭൂരിപക്ഷം, അതായത് 71 സീറ്റാണ് കേരളത്തിൽ ഭരിക്കാൻ വേണ്ട ഭൂരിപക്ഷം. അപ്പോൾ 71, 72, 73 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് സംസ്ഥാനത്ത് UDF ഭരണത്തിൽ വരുന്നു എന്നുള്ള ഘട്ടത്തിൽ മാത്രമാണ് കെ.സി. വേണുഗോപാലിന് വരാതിരിക്കാനുള്ള സാധ്യത. അതെന്തുകൊണ്ടെന്നാൽ നിലവിൽ കെ.സി. വേണുഗോപാൽ സംസ്ഥാന നിയമസഭയിൽ മത്സരിക്കുന്നില്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവണമെങ്കിൽ ഏതെങ്കിലും MLA രാജിവെപ്പിച്ച് വേണം ഉപതെരഞ്ഞെടുപ്പിലുള്ള മത്സരിച്ച് വീണ്ടും അധികാരത്തിലേറാൻ. അപ്പൊ അത് വേണമെങ്കിൽ ഉറപ്പുള്ള മണ്ഡലമൊക്കെ നിന്ന് ജയിക്കാമെന്നൊക്കെ പറയാമെങ്കിലും
അതൊരു റിസ്ക് ഫാക്ടർ അല്ലേ? അപ്പൊ അതുകൊണ്ട് മാത്രം ചിലപ്പോൾ ഒരു ചാൻസ് കുറവായിരിക്കും. അല്ലാതെ ഏതൊരു സാഹചര്യം വന്നാലും ഈ ചെന്നിത്തലയും വിഡിയും എത്രയൊക്കെ തന്നെ കരഞ്ഞാലും KC വേണുഗോപാൽ തന്നെയായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയായി വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ടതില്ല. എന്തായാലും നമുക്ക് നോക്കാം. മെയ് 4-ാം തീയതി UDF ആണ് വരുന്നതെങ്കിൽ KC വേണുഗോപാൽ ആയിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി. അഥവാ LDF ആണെങ്കിൽ പിണറായി വിജയൻ തന്നെ തുടരും.